ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ സീരീസിൽ ഓലൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓലൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ കുക്കറിൽ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൻപയറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നീട് നമ്മൾ രണ്ടാം തേങ്ങാപ്പാലും വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നോടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു 4 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഈ 4 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് ഒന്നോടെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കണേ. അപ്പോഴാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും ഒന്ന് കുക്കായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതൊന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാൻ്റെ 1/4 പാല് ചേർത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ഓലൻ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.